ഇന്നലെ നൈറ്റ് ലേറ്റായി തുടങ്ങിയോണ്ട് തന്നെ ഇന്ന് 10:30 എണീറ്റ് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അമ്മ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ അമ്മ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്, എന്തൊക്കെയോ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഏപ്രിൽ 7 അച്ഛൻ്റെയും അമ്മയുടെയും അതേപോലെ വെല്ലിച്ചൻ്റെയും വെല്ലിയമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. കൂടാതെ വെല്ലിച്ചൻ്റെ മോളിലെ അമ്മുവിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് ഇന്ന്. ഇവരുടെ 28th വെഡിങ് ആനിവേഴ്സറി, ഇവരുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. 18 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലേ? ഓ ഗൈസ്, 18 വയസ്സ് കഴിഞ്ഞപ്പോ ഉള്ള ഇതാണ് ഇപ്പോഴത്തെ കോലം അല്ലേ. അച്ഛനൊക്കെ അന്ന് 22 വയസ്സിലായിരുന്നു കല്യാണം. അന്നത്തെ കോലവും ഇന്നത്തെ കോലവും ഓ എന്താ വ്യത്യാസം അല്ലേ. ഇന്നത്തെ കാലത്തെ പോലെ അന്നത് ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ കുറവായിരുന്നു, അതേപോലെ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കാസറ്റ് മിസ്സായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വീഡിയോസ് അധികം കല്യാണം വീഡിയോ കാണാൻ പറ്റിയില്ല. ലാലേട്ടൻ്റെ ഫോട്ടോസൊക്കെ എവിടെ വെച്ചപ്പോൾ പറഞ്ഞു അന്ന് വന്ന ക്യാമറാമാനൊക്കെ ക്യാമറ കേടായതുകൊണ്ട് തന്നെ വെറും ആക്ഷൻ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ, അതുകൊണ്ട് ഫോട്ടോസൊന്നും എടുത്തില്ല പറഞ്ഞു. എന്നിട്ട് അന്ന് പ്രശ്നമൊക്കെ ആക്കിയെന്ന് പറഞ്ഞു. ഇന്നത്തെ കല്യാണത്തിന് ഒരുക്കങ്ങളും പണ്ടത്തെ കല്യാണത്തിന് ഒരുക്കങ്ങളും വളരെ വലിയ മാറ്റമാണ്. കാണാൻ തന്നെ എന്ത് രസമല്ലേ. 28 വർഷങ്ങൾക്ക് മുന്നുള്ള അതേ സ്ഥലം, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇതാ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഗൈസ് ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ഇനി കേക്ക് വാങ്ങിക്കാൻ പോകണ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ചൂടത്ത് പോകേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ പാലക്കാടിൻ്റെ വെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, 2 ഹാൻഡിലും നല്ല ചൂടായിരുന്നു. ഇത് നമ്മുടെ പട്ടാമ്പിക്കാരുടെ സ്വന്തം സ്മാക്ക്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാറ്. അടിപൊളി കേക്കാണ്. ഞാൻ സ്ട്രോബെറി കേക്കാണ് സെലക്ട് ചെയ്തത്. അതിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛൻ അമ്മ എഴുതാൻ പറഞ്ഞു. അതിൽ അമ്മയുടെ പുറത്തുപോയി. ഇനി നേരെ വീട്ടിലോട്ട് പോകാം. ബൈക്കിലായതുകൊണ്ട് തന്നെ കേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി കേക്ക് മുറിക്കൽ ചടങ്ങാണ്. അങ്ങനെ അച്ഛനും അമ്മയും കേക്ക് മുറിക്കുകയാണ്. ഞാനിരുന്ന് പല ആംഗിളും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരു സന്തോഷവും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. ഇത്തരം ചെറിയ നിമിഷങ്ങൾ നമുക്ക് വലിയ സന്തോഷങ്ങൾ സമ്മാനിക്കുന്നു. അപ്പോൾ എന്നാ ശരി.